2025 ഒമാനിൽ എഴുതിത്തള്ളിയത് 100 മില്യൺ റിയാലിന്റെ തൊഴിൽ പിഴകളെന്ന് മന്ത്രി മഹദ് ബിൻ സയ്യിദ് ബാവൈൻ. തൊഴിലുടമകളുടെയും തൊഴിലാളികളെയും പദവി ക്രമപ്പെടുത്താൻ സഹായിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇളവെന്നും മന്ത്രി പറഞ്ഞു. മസ്കറ്റിൽ ഒമാൻ വിഷൻ 2040 അവലോകന പരിപാടിയായ ടുഗദർ ഫോർവേഡ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുൽത്താനിലെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും അവരുടെ നിയമപരമായ പദവി സ്ഥിരപ്പെടുത്താൻ അനുവദിക്കുന്നതിനായിരുന്നു ഈ വൻ ഇളവ് നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു. വിപണിയിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനുമായിരുന്നു ഈ നീക്കം. മസ്കറ്റിൽ നടന്ന ടുഗദർ ഫോർവേഡ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100 മില്യൺ റിയാലിന്റെ തൊഴിൽ സംബന്ധമായ പിഴകളുടെ ഇളവാണ് അനുവദിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക പിഴകൾ നീക്കം ചെയ്ത് പദവി ശരിയാക്കാൻ അവസരം നൽകിയതിലൂടെ തൊഴിലുകൾ കാര്യക്ഷമമാക്കാനായെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ടുഗദർ ഫോർവേഡ് ഫോറത്തിന്റെ 4ാം പതിപ്പ് സാമ്പത്തിക ഉപപ്രധാനമന്ത്രി സെയ്ദ് യാസിൻ ബിൻ ഹൈത്തം അൽ സയ്യിദാണ് ഉദ്ഘാടനം ചെയ്തത്. ആശയവിനിമയം ശക്തിപ്പെടുത്തുക, വികസന പുരോഗതി അവലോകനം ചെയ്യുക, ഒമാൻ വിഷൻ 2040 അനുസൃതമായി ഭാവി നയങ്ങൾ രൂപപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. ദേശീയ വികസനത്തിൽ സമൂഹത്തിനുള്ള പങ്കിനെക്കുറിച്ച് ഫോറത്തിൽ വിശദമായ സംവാദങ്ങളും ചർച്ചകളും നടന്നു. മീഡിയ 1 മസ്കത്ത്.